ഫ്രണ്ട്സ്, വെൽക്കം ടു അലമൽ ആലപ്പുഴ. ഇത് നമ്മുടെ തൊടിയിലെ ചക്കമരമാണേ. ആദ്യമായിട്ട് ഉണ്ടായതാണ്. ഏറ്റവും തുഞ്ചത്തൊക്കെ ഉണ്ടോ ചക്ക ഉണ്ടായി കിടക്കുന്നതാണ്. ഏറ്റവും മുകളിലാണ് ഉണ്ടായി കിടക്കണേ. ഒരു 10-16 ഉണ്ടാവും. ഇപ്പോൾ താഴെ ഇങ്ങനെ ഉണ്ടായി കേട്ടോ. ഇതാ ഏണി വെച്ചേക്കണേ ഉണ്ടാവില്ലേ, അവിടെ ഇരുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ അടർത്തിയെടുക്കാവേ. മേലുണ്ട് അത് അണ്ണാനും മറ്റേ തത്തമ്മയൊക്കെ കൂടെ വന്ന് താഴെ കൊത്തിയിട്ടതാ. കണ്ടോ ചക്കക്കുരു താഴെ കിടക്കുന്നുണ്ടോ, കൊത്തിയിട്ടതാ. അപ്പോൾ നമുക്കിത് അടർത്തിയെടുക്കാം. അതെങ്ങനെ തോട്ടി വെച്ചാൽ എത്തുമെന്ന് എനിക്കറിയില്ല. അപ്രോച്ചത്ത് കണിക്കൊന്നുണ്ട്. കണിക്കൊന്ന ഇങ്ങനെ പൂത്തുലങ്ങി നിൽക്കണണ്ട. വിഷുവാകുമ്പോൾ ഉണ്ടാവുമോ അറിയില്ല. നമുക്ക് എന്തായാലും ഈ ചക്ക അടർത്തിയെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അലമൽ ആലപ്പുഴ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടായില്ലേ? ഇതാ ഓക്കെ, നമ്മുടെ തേൻ വരിക്ക ചക്ക നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ട് നല്ല ഒന്നാം തരം തേൻ വരിക്ക കൊണ്ട് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ പോവാണ്. കണ്ടല്ലോ, ഇത് എടുത്ത് പീസാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിന് മുന്നായിട്ട് ഈ ഒരു ഉണ്ട ശർക്കര അതിൻ്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അതൊരു പാത്രത്തിൽ വെച്ച് നമുക്ക് ഉരുക്കിയെടുക്കാവേ. ഇവിടെ ഉരുക്കിയിരിക്കട്ടെ. നമുക്ക് അതിന് മുന്നായിട്ട് ഒരു ഉരുളി അടുപ്പത്തിലേക്ക് വയ്ക്കാം. അത് ചൂടാവുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നെയ്യ് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നെയ്യൊക്കെ ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കാൻ പക്ഷേ എന്നാൽ അപ്പോൾ അധികം നാളൊന്നും ഇരിക്കാനുണ്ടാവില്ല. ഇത് വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ ഏറെ നാൾ കേട് കൂടാണ്ടിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. നോക്കി, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമ്മൾ ശർക്കരയൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ ഒരു ഇതിൽ നിങ്ങനെ വിട്ട് വരുന്ന ഒരു ഇതിൽ കിട്ടണം നമുക്ക്. ഇതിങ്ങനെയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം അങ്ങനെ ഇരിക്കും. അതൊരു ഗ്ലാസ് കണ്ടെയ്നറിലോ ഭരണിക്കുള്ളിലോ ഒക്കെ ആക്കി വയ്ക്കുകയാണെങ്കിൽ ഇരിക്കും. പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊന്നും വയ്ക്കരുത് കേട്ടോ. ഇത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയൊക്കെ വെച്ച് തരുമായിരുന്നു. ഇപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എടുത്ത് കഴിക്കാനോ അല്ലെങ്കിൽ അട ഉണ്ടാക്കി കഴിക്കോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ നമ്മൾ എടുക്കുമായിരുന്നു. ഇനി നമുക്ക് ശർക്കരയൊക്കെ ഉരുക്കി അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കയും ജീരകവും ചുക്കും കൂടെ പൊടിച്ചതാട്ടോ. ഏലക്കയുടെ ഫ്ലേവർക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ ഇത് ആഡ് ചെയ്യുവാണ്.
നോക്കി. ഇപ്പം അതിൻ്റെ ശർക്കരയുടെ വെള്ളം എല്ലാം കൂടെയൊക്കെയായി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ കറക്റ്റ് പാങ്ങട. വേറൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ചിക്കന് ഏലക്കയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ചക്ക വരട്ടി അങ്ങനെ ഇവിടെ റെഡിയായി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഓഫാക്കിയ അങ്ങനെ നമ്മളുടെ ചക്ക വരട്ടി ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനിട്ട് കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇത് നമ്മൾ ഇതാ ഓക്കെ. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അല്ലെങ്കിൽ ആദ്യം ഉണ്ടല്ലോ ഇതുകൊണ്ട് തേൻ വരിക്കൊണ്ട് ശർക്കര വരട്ടി എന്നാണ് പറഞ്ഞാൽ. സോറി കേട്ടോ, ചക്ക വരട്ടിയാണ്. തേൻ വരിക്കൊണ്ട് നമ്മൾ ചക്ക വരട്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ തൊടിയിൽ നമ്മുടെ ഏണിയൊക്കെ വെച്ച് ചക്കയെ കടത്തിയത് കാണിച്ചിട്ടുണ്ടായില്ലേ, ആ ചക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചക്ക ഓക്കെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.